നമസ്കാരം. മലേഷ്യയിലെ കോലാലംപൂർ നഗരത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ട്രീറ്റുകളും മാർക്കറ്റുകളും ഉണ്ട്. ഞങ്ങൾ ഇന്ന് അവിടേക്കാണ് പോകുന്നത്. കോലാലംപൂരിന്റെ രാത്രി കാഴ്ചകളാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. സമയം രാത്രി 7:23 ഇവിടെ ഈ സമയത്തും സൂര്യൻ അസ്തമിച്ചില്ല. 7:40 ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഞങ്ങളിപ്പോ കോലാലംപൂർ സിറ്റി സെന്ററിലാണുള്ളത്. ഇവിടെ ചെറിയ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ചെറിയൊരു സ്റ്റാർട്ടപ്പാണ് ഇപ്പം നിലവിൽ ഇവിടെ കാണുന്നത്. ഇവിടെ തന്നെയാണ് സൂര്യ KLCC, അതായത് ഇത് വലിയൊരു മാളാണ്. പിന്നെ ഇവിടെ കാണുന്നതാണ് പെട്രോണാസ് ട്വിൻ ടവർ. നമ്മുടെ കോലാലംപൂരിലേക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഭാഗം ഇതാണ്. ഈ രണ്ട് ടവറില്ലേ, അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗം ഇതാണ്. ഇതിനാകെ 88 നിലകളാണുള്ളത്. 5 എണ്ണം അണ്ടർഗ്രൗണ്ട് ആണ്. അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് തന്നെയാണ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ മറ്റ് വമ്പൻ കെട്ടിടങ്ങളെയും കാണാം. ഇതിന്റെ നേരെ ഈ ഭാഗത്ത് ഒരു കെട്ടിടമുണ്ട്. അതിന്റെ മുകളിൽ സമയമൊക്കെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണാം. 7:24. പിന്നെ ഇവിടെ ഇപ്പൊ ഈ ഒരു രാത്രിയിലത്തെ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിട്ട് എത്ര ആൾക്കാരാണ് ഇവിടെ ഉള്ളത് നോക്കിയേ. ആ ഭാഗത്തേക്ക് നോക്കിയാലും ഒരുപാട് ആൾക്കാരെ കാണാം. ഇവിടെയും കാണാം. കാരണം ഇവിടെയൊക്കെ നൈറ്റ് ലൈഫിന് പറ്റിയൊരു ഭാഗമാണ്. നല്ലൊരു ഇരുട്ടൊക്കെ വരണമെങ്കിൽ എന്തായാലും 8 മണി കഴിയും. ഇവിടെ ഈ ഭാഗത്താണ് ഡെക്കാത്തലോൺ ഉള്ളത്. KFC ഒക്കെ ആ ഏരിയയിലാണ്. ഇനിയിപ്പോ ഇവിടെ നേരെ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ ഉള്ള ഭാഗത്തേക്ക് പോവാണ്. അതായത് റോഡുകൾ കൂടിച്ചേരുന്ന ഒരു ഭാഗമാണ്. അവിടെ പോയാലും നമ്മുടെ ട്വിൻ ടവറിന്റെ നല്ലൊരു കാഴ്ച കാണാനായി സാധിക്കും. ഇവിടെ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിനെ കാണാം. 2 എണ്ണം ഇവിടെ തന്നെ ഉണ്ട്. എല്ലാ ഭാഗത്തും ഇപ്പോഴാണ് ലൈറ്റൊക്കെ ഇട്ട് വരുന്നത്. ഇത് നോർമൽ ബസ്. പിന്നെ കോലാലംപൂരിൽ മുഴുവനും AC ബസ്സുകൾ മാത്രമേ ഉള്ളൂ. നോൺ AC ബസ്സുകളൊന്നും തന്നെ ഇല്ല. ഈ ഭാഗത്തേക്കാണ് ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് പേര് ഫോട്ടോ എടുത്തു തരണമെന്ന് ചോദിച്ച് വരുന്നുണ്ട്. കാരണം ഇവിടുന്ന് നല്ല രീതിയിൽ തന്നെ ട്വിൻ ടവറിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇവിടെ നല്ല ബ്ലോക്ക് ആയിട്ടാണുള്ളത്. ഇവിടെയാണ് ഗോൾഡൻ ട്രയാങ്കിൾ ഉള്ളത്. അതായത് ഒരുപാട് റോഡുകൾ കൂടിച്ചേരുന്ന ഭാഗം ഇവിടെയാണ്. ഇവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അതായത് നേരെ ഈ ഒരു ട്വിൻ ടവറിന്റെ ഇതാണ് കറക്റ്റ് പൊസിഷൻ. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഈ ഭാഗത്തേക്കാണ് വരേണ്ടത്. അതിന്റെ നമ്മൾ നേരത്തെ നിന്ന ഭാഗമില്ലേ, അവിടെ നിന്നാൽ ഇത്ര കറക്റ്റില് ഇത്രയും കിടിലൻ രീതിയിൽ ഫോട്ടോ കിട്ടില്ല. അപ്പൊ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. അതായത് ഈ റോഡ് മുറിച്ച് കടന്ന് ഇവിടെ തന്നെ വരണം. അവിടെ നിന്നാൽ പോലും ഇത്രയും നല്ല രീതിയിൽ ഇതിന്റെ ഒരു വിഷ്വൽസ് കിട്ടില്ല. ട്വിൻ ടവറിന്റെ തൊട്ട് ഇവിടെ തന്നെയാണ് സൂര്യ KLCC, അതായത് കോലാലംപൂർ സിറ്റി സെന്റർ. ഇനിയിപ്പോ ഇതിന്റെ അകത്തേക്ക് കയറാം. ഒരുപാട് പ്രീമിയം കടകളാണ് ഈ ഭാഗത്ത് മുഴുവനും. റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ചെറിയ കഫേകളും സൂപ്പർ മാർക്കറ്റുകളും എല്ലാം ഇതിന്റെ അകത്തുണ്ട്. നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഇതിന്റെ അകത്ത് കിട്ടും. പെർഫ്യൂമുകളും വാച്ചുകളൊക്കെയാണ് ഈ ഭാഗത്ത്. റിങ്കറ്റ് 329 എന്നൊക്കെ പറയുമ്പോൾ നല്ല പൈസയായി. ഏകദേശം 10,000 രൂപേന്റെ അടുത്ത് എങ്ങാണ്ടില്ലേ അത്? 10,000 രൂപ. നമ്മള് കൊച്ചിയിൽ വരുന്ന സമയത്ത് മാറിയത് ഏകദേശം അതേ സെയിം അല്ലേ? ഏകദേശം ആ ഒരു റേറ്റിന്റെ അടുത്തുണ്ട്. ആദ്യം നമുക്ക് ഇതുവഴിയൊക്കെ ഇങ്ങനെ നടക്കാം, എന്നിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് പോവാം. ഇവിടെ രാത്രിക്ക് ഇപ്പം നല്ല പാട്ടൊക്കെ വെച്ച് അടിപൊളിയാക്കിയിരിക്കുകയാണ്. ഇനിതാ ഓരോ നിലകളിലേക്കും പോകാനാണെങ്കിൽ അങ്ങനെയും പോവാം. ഇത് ആക്കി വെച്ച് നല്ല സെറ്റപ്പ് കേട്ടാ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ഒരു ഭാഗം. ഞങ്ങളിനിപ്പോ നേരെ മെട്രോ സ്റ്റേഷനുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. നമുക്ക് ഈ ഒരു സിറ്റി സെന്ററിന്റെ ഭാഗത്ത് നിന്ന് പതിയെ മടങ്ങാം. കാരണം മാളിന്റെ അകത്തൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ബാക്കി ഓരോ സ്ട്രീറ്റുകളിലേക്കും പോവാം. ഞങ്ങൾ ആദ്യം വീഡിയോ സ്റ്റാർട്ട് ചെയ്തൊരു ഭാഗത്തേക്ക് വീണ്ടും വന്നുവേ. ഫസ്റ്റ് ഫ്ലോറിൽ കയറിയപ്പോഴാണ് ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടത്. അടിപൊളിയല്ലേ? ഇതിനെന്തായാലും ഒരുപാട് നേരം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഇവിടുന്ന് ട്രെയിൻ കയറി നേരെ നമ്മൾ താമസിക്കുന്ന ഭാഗമായ
സെൻട്രൽ മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഈ മിഷ്യൻ വഴിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്ന ടിക്കറ്റ് എടുക്കുന്നത്. അതില് രണ്ടാള് 4 റിങ്കറ്റാണ്. ഇപ്പം ക്യാഷ് ഇവിടെ വെച്ച് കൊടുത്താൽ മാത്രം മതി. ടിക്കറ്റ് എടുത്തു. ഈ ഒരു കോയിൻ ഇവിടെ കാണിച്ചാൽ നമുക്ക് ഇതായിട്ട് കയറാം. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം നമ്മുടെ പോകാനുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഇവിടെ ഇപ്പം നല്ല തിരക്കാണ്. ഉത്തര ഹൈറ്റ്സ് എന്നുള്ള ഒരു ഭാഗത്തേക്കുള്ള മെട്രോയിലാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെ ഈ മെട്രോ വരുന്ന സമയമായി, നല്ല തിരക്കാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് നിൽക്കാം. പോകാനുള്ള മെട്രോ ഇതാ കടന്നു വരികയാണ്. എന്തായാലും സീറ്റൊന്നും കിട്ടില്ല. ഇവിടെയും ഡോറുകൾ തുറക്കും. പസർസേനി എന്നൊരു മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ മെട്രോയിൽ വന്ന് ഇറങ്ങിയത്. അത് പോയി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ചയാണിത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കെട്ടിടം മെർദേക്ക 118. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് നമുക്ക് ഇറങ്ങിപ്പോകാനുള്ളത്. ഈ ഭാഗത്ത് തന്നെയാണ് ഒരുപാട് സ്ട്രീറ്റുകളും മാർക്കറ്റുകളൊക്കെ ഉള്ളത്. സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. മെട്രോ ഇറങ്ങി ഞങ്ങൾ നേരെ വന്നത് ഇതാ സെൻട്രൽ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കാണ്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഓൾറെഡി കയറിയത് തന്നെയാണ്. ഇതൊരു മാള് പോലെ തന്നെയാണ്. ഒരുപാട് കാണാനുണ്ട്. ഇത് 1888 സ്ഥാപിതമായത്. പിന്നെ ഇനി ഇതിലൂടെ നമുക്ക് നടക്കാം. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇത് ഒരു 8:30-9 മണിയാകുമ്പോൾ തന്നെ ഈ ഭാഗത്തെ കടകളൊക്കെ ക്ലോസ് ആവും. ഇവിടെ കൂടുതലും ഐസ്ക്രീമുകളും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ കടകളായാലും കാണാം. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഒരു എൻട്രൻസ് ഇതാ ഇങ്ങനെയാണ്. ഞങ്ങളുടെ റൂം ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് ഒരു 250 മീറ്റർ മാറിയിട്ടാണ് റൂം. പിന്നെ ഇവിടെ മുഴുവനും ഫ്രൂട്ട്സാണ്. പിന്നെ ഇവിടെയും ചെറിയ ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. ഇതാ എല്ലാ തരത്തിലുള്ള കടകളും ഈ ഭാഗത്തായിട്ട് കാണാം. നല്ല രസമാണ് കേട്ടോ ഇതിലൂടെയൊക്കെ നടന്നു പോകാൻ. നല്ല വൃത്തിയുള്ള വഴി, നല്ല ലൈറ്റിങ്, ഇവിടെ ഫാൻ വരെ ഉണ്ട്. ഇതൊക്കെ ഐസ്ക്രീമിൻ്റെ ഒരു സെൻ്ററാണ്. ഇത് വേഗം ക്ലോസ് ആവും. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ ഈ ഭാഗത്തേക്ക് വന്നത്. സമയം 9:15. ഞങ്ങളിപ്പോൾ ഇതാ ഈ ഒരു സ്ട്രീറ്റ് വഴി നടക്കുകയാണ്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ചെറിയ ടീ ഷോപ്പുകളും ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ പുറത്ത് തന്നെ കസേരയും ടേബിളൊക്കെ ഇട്ട് ഇവിടെ നിന്ന് ഒരുപാട് പേര് ഫുഡൊക്കെ കഴിക്കുന്നത് കാണാം. അങ്ങനെ ഒരുപാട് ഭാഗത്തുണ്ട്. ഇതൊക്കെ രാത്രി 11 മണി ആ ഒരു സമയം വരെ എന്തായാലും ഉണ്ടാവും. ഇതൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അതായത് സെൻട്രൽ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങളൊരു മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. പെറ്റാലിംഗ് സ്ട്രീറ്റ് എന്നാണ് ആ ഒരു മാർക്കറ്റിന്റെ പേര് വരുന്നത്. അതായത് ചൈന ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാനൊക്കെ അതുവഴിയൊക്കെയാണ് നടന്നു വന്നത്. അതിൻ്റെ ചേർന്ന് കിടക്കുന്ന കുറേ സ്ട്രീറ്റുകളൊക്കെ ഉണ്ട്. അവിടേക്ക് ഒരുപാട് പേര് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ വെള്ളമടിച്ച് കിടക്കുമല്ലോ, പൂസായി കിടക്കുമല്ലോ, അതേപോലെ ഇവിടെ ഡ്രഗ് ആയിട്ടായിരിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ ഹാൻഡ് ബാഗൊക്കെ വെച്ച് പോകുന്ന സമയത്ത് വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കൂടാതെ തന്നെ നമ്മളത് മോഷണമാണ് ഉദ്ദേശിച്ചത്, വേറൊന്നുമല്ല. പിന്നെ അതിൻ്റെ വഴി തന്നെ ഈ സെക്സ് വർക്കേഴ്സില്ലേ, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. നമ്മൾ നടന്നു പോകുന്ന വഴി തന്നെ അവർ നമ്മൾ വിളിക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി കണ്ടത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് നമ്മൾ പോകുന്ന വഴി തന്നെ അതൊക്കെ തന്നെ ആയിരിക്കാം മെയിൻ കാഴ്ചകൾ. ഇവിടെ നിന്നാണ് ഇനി നേരെ പെറ്റാലിംഗ് സ്ട്രീറ്റിലേക്കുള്ള വഴിയുള്ളത്. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഇത് തണ്ണിമത്തൻ്റെ ആണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു ആക്റ്റീവായിട്ടുള്ളൊരു സ്ട്രീറ്റ് തന്നെയാണ്. ഒരുപാട് കടകളൊക്കെ കാണാം. വാച്ച്, അതുപോലെ തന്നെ ബാഗ്, അങ്ങനെയുള്ള ഐറ്റംസാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. രണ്ട് ഭാഗത്തും മുഴുവനും ഷോപ്പുകൾ തന്നെയാണ്. ശരിക്കും ഇവിടെയൊക്കെ വരേണ്ടത് നൈറ്റ് തന്നെയാണ്. എല്ലാത്തിനും ശരിക്കും പറഞ്ഞാൽ നല്ല പൈസയാണ്. ഈ നമ്മുടെ പൈസ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ കൂടുതലായിട്ടാണ്. ഈ റിങ്കറ്റ് 15, റിങ്കറ്റ് 30 എന്നൊക്കെ പറയുമ്പോൾ നല്ല പൈസയാണ് അതൊക്കെ. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ ഒന്ന് കണ്ടു പോവാം.
പിന്നെ ഇതിലൂടെ ചെറിയൊരു പാലൊക്കെ പോകുന്നുണ്ട്. അതായത് 2 കെട്ടിടങ്ങളെ, അതായത് ആ ഒരു കെട്ടിടത്തിൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് പോകാനുള്ള ഒരു വഴി. നമ്മുടെ ട്വിൻ ടവറിൽ പോയപ്പോൾ കണ്ടല്ലോ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇവിടെ കൂടുതൽ ഇപ്പോൾ ഉള്ളത് ഫോറിനേഴ്സാണ്, നമ്മളെ പോലുള്ളവർ തന്നെയാണ്. മലേഷ്യൻസ് കുറവാണ് ഇവിടെ. പിന്നെ ഇതാ ഇവിടെ എന്തൊക്കെയോ ഫുഡൊക്കെ ആക്കുന്നതാണ്. ഇതെന്ത് ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇതിൻ്റെ അകത്തൊരു കറുത്തൊരു സാധനമാണത്. ഇതിന് 10 റിങ്കറ്റ് 20 റിങ്കറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയത് കാണാം. ഇത് കടലയാണോ ഇതിന്? അല്ല, ഇത് വേറെ എന്തോ. അത് ചോദിച്ചു നോക്കിക്കോ. എന്താ പറഞ്ഞോ? എനിക്ക് മനസ്സിലായില്ല. അതൊരു സംഭവമാണത്. പിന്നെ ഇതാ ഇങ്ങോട്ട് പോട്ടോ. ഇത് ചൈന ടൗണിന്റെ ഭാഗമാണ്. ഇവിടെ കണ്ടില്ലേ, ചൈനീസൊക്കെ എഴുതിയിട്ട്. ഇത് ചൈന ടൗൺ. ഈ 2 സ്ട്രീറ്റുകളും ഒരുപോലെ തന്നെയാണ്. ഇത് അത്യാവശ്യത്തിന് വലുത് തന്നെയാണ്. ഇതാ ഈ ഭാഗത്തും ഒരുപാട് കടകളൊക്കെ കാണാം. പിന്നെ ഇവിടെയൊക്കെ പബ്ലിക്കായിട്ട് തന്നെ നമുക്ക് സിഗരറ്റും ഇതൊക്കെ വലിക്കാം കേട്ടോ. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആൾക്കാരൊക്കെ റോഡിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാണ് സിഗരറ്റും ഇതൊക്കെ വലിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടോ? അതായത് ഇവിടുത്തെ കച്ചവടക്കാർ കൂടുതൽ ആൾക്കാർ ആരാണെന്ന്? ഇവിടെ ഉള്ളവരല്ല, ഇതൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കേട്ടാ. പുറത്തുനിന്ന് പറയുമ്പോൾ ആരായിരിക്കും? നമ്മൾ ഇന്ത്യക്കാരല്ല, ഇന്ത്യയുടെ അയൽരാജ്യമാണ് ഇത്. ഇവിടെ കൂടുതലുള്ള ജോലിക്കാര് ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരാണ്. കാരണം ഞങ്ങൾ ഇന്നലെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇന്നലെ പോകുന്നത് കണ്ടിട്ട് ഒരു കടയിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി, ഒരു ചെരുപ്പിൻ്റെ ഒരു വില വയ്ക്കാൻ കയറിയതാ. അപ്പോൾ ആ ഒരു പുള്ളിക്കാരോട് ഇങ്ങനെ സംസാരിച്ച് വരുമ്പം ഞങ്ങളോട് ഹിന്ദി അറിയുമെന്ന് ചോദിച്ചു. അല്ലേ, ഹിന്ദി ചോദിച്ചു. പിന്നെ ബംഗാളിയാണെന്ന് പറഞ്ഞു. ഞാൻ നമ്മളെ വെസ്റ്റ് ബംഗാളിന്ന് ചോദിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ ബംഗ്ലാദേശ് സില്ലറ്റ് അവിടെ ഉള്ള ആളാണ്. സില്ലറ്റുള്ള ആളാണ്. ഇനിയിപ്പോൾ വീണ്ടും പെറ്റാലിംഗ് സ്ട്രീറ്റിന്റെ ഭാഗത്തേക്ക് തന്നെ വരികയാണ്. ജലാൻ പെറ്റാലിംഗ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഒരുപാട് ഭാഷകളിലും എഴുതിയിരിക്കുന്നത് കാണാം. മലായി, ഇംഗ്ലീഷ്, ചൈനീസ് ആകാം. പിന്നെ തമിഴിൽ നൽവരവ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ തമിഴ് അത്യാവശ്യം എല്ലായിടത്തും ഉണ്ട്. ഇതിപ്പോ നമ്മൾ പുറത്തേക്കാണല്ലോ എത്തിയത്. പിന്നെ ഇതാ ഒരു ഡബിൾ ഡെക്കർ ബസ്. ഇതുപോലെയുള്ള ഡബിൾ ഡെക്കറിലൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് ലോങ് ഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോവാം. ഈ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോയത്. ഇനി ഇവിടത്തേക്കും പോവാം. പിന്നെ ഇവിടെ ഇതാ ജാക്ക് ഫ്രൂട്ട്, അതായത് ചക്ക, റിങ്കറ്റ് 3. ഇവിടെ ഏത് ഭാഗം വഴി വേണമെങ്കിൽ നടക്കാം. ഇവിടെ കരിക്കാണ് കേട്ടോ. കരിക്കൊക്കെ വാങ്ങി കുടിക്കാം. പിന്നെ ജ്യൂസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ. ഷർട്ടുകൾ, ടീഷർട്ടുകളാണ് കൂടുതലും. ഇനി നമ്മൾ നേരെ ചെന്നെത്തുന്നത് ഒരു റോഡുള്ള ഭാഗമാണ്. അതും ഒരു തിരക്കേറിയ ഭാഗം തന്നെയാണ്. ഒരു ഫുഡ് കോർട്ടാണ്. ഇതൊരു റെസ്റ്റോറൻ്റാണ്, ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ്. ചൈനയിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ വെറൈറ്റി ഐസ്ക്രീമുകളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇവിടെ. കണ്ടോ, ഇവിടെ ഒരു കരിക്കിൻ്റെ ഒരു വലിയൊരു കട തന്നെയുണ്ട്. ഒരു കൂട്ടം കരിക്ക്. നമുക്ക് ഇങ്ങോട്ട് വരാം, അവിടെ ഫുഡാണ്. ഇതിലൂടെ ആദ്യം നടക്കാം.
ഇതിവിടെ ചെറിയ ടേബിളൊക്കെ വെച്ച് ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട് ഇവിടെ. പകൽ ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ അധികം കടകളൊന്നും ഓപ്പൺ ആയിരിക്കില്ല. രാത്രി തന്നെയാണ് കൂടുതൽ ആക്റ്റീവ്. ഇവിടെ തമിഴ് എഴുതിയിട്ടുണ്ട്, ചൈനീസ് എഴുതിയിട്ടുണ്ട്. ഇതെന്തൊക്കെയോ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആണ്. ഇതിൽ ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുറേ ഉണ്ട്. ഇവിടെയും ഉണ്ട്. എല്ലാം ഇത് റോള് സൈസിലാണ് കേട്ടോ. എല്ലാം റെഡിയാക്കിയതാ തന്നെ ഇവിടുന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ സ്പെഷ്യൽ മെനു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. 35-20 റിങ്കറ്റൊക്കെയാണ് ഇതിൻ്റെ റേറ്റ്. അതൊക്കെ കഴിക്കാൻ തന്നെയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ. ഇവിടെ ബാറും ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വന്നിരുന്ന് ബിയറൊക്കെ അടിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാം. ഇതൊക്കെ ചൈനീസാണ് എഴുതിയിട്ടുള്ളത്. ഈ രണ്ട് സൈഡിലുണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല, ഒരു സൈഡിൽ മാത്രമല്ല ഇതുപോലെയുള്ള ഫുഡ് കോർട്ടുകൾ ഉള്ളത്. രണ്ട് ഭാഗത്തും ഉണ്ട്. ഇതേ ഇനി മുൻഭാഗത്തേക്കൊന്ന് നോക്കിക്കോ. ഇവിടെ ഒരുപാടുണ്ട്. ഇവിടെ ഒരുപാട് ബാറുകളാണുള്ളത് ഈ ഭാഗത്ത്. ബിയറും അതുപോലെ തന്നെ ഫുഡും ഒരുമിച്ച് കഴിക്കാമല്ലോ. പ്രീമിയം ബിയറുകളാണ് ഈ ഭാഗത്ത്. ഞാൻ ഒരുപാട് പരസ്യത്തിലൊക്കെ ഈ ബിയറിൻ്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് ഇവിടെ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നവരാണല്ലോ. അപ്പോൾ പിന്നെ എല്ലാ സംഭവവും കിട്ടണമല്ലോ. അതെല്ലാം ഇവിടെ ഉണ്ട്. അടുത്തൊരു കടയുടെ ഭാഗത്തെത്തിയേ. ഇവിടെയും കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെയാണ്. നല്ല പുകയാണേ. ഇതിൽ ഫിഷും ഉണ്ട്, അതുപോലെ തന്നെ ചിക്കനൊക്കെ ഉണ്ട്. ഒരു അടിപൊളിയായിട്ട് ആക്കുവാണ്. സീ ഫുഡാണ്. അപ്പൊ ഇത് അത് പറ. ഞാൻ വേറെ എന്താ വിചാരിച്ചേട്ടാ. അപ്പൊ ഇത് മൊത്തത്തിൽ സീ ഫുഡ് തന്നെയാണ്. ചൈന ടൗണിന്റെ ഈ ഭാഗത്ത് ഒരുപാട് ബാറുകളാണേ. ഇവിടെ മൊത്തത്തിലായിട്ട് കാണാം. ഇവിടുത്തെ വണ്ടികളൊക്കെ കണ്ടോ, ഒരു രക്ഷയില്ല. നല്ല സെറ്റപ്പ് വണ്ടികളാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്ത പല വണ്ടികളും ഇവിടെ ഉണ്ട്. അതാണ് കൂടുതലും ടൊയോട്ടയും ഹോണ്ടയും ആണ്. നടന്നു പോകുന്ന വഴിക്ക് ഇതുപോലെ ഇരിക്കാനുള്ള ചെറിയ ബെഞ്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയായിട്ട് കാണുന്നത് ഇതൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ്. നല്ല ചൂടാണ് ഇവിടെ. 2 ഓറിയോ ഐസ്ക്രീം വാങ്ങിച്ച് ഈ 2 ഐസ്ക്രീമിനും കൂടെ 325 ഇന്ത്യൻ രൂപയാണ് ആയത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാ സാധനത്തിനും നല്ല പൈസ ആണ് കേട്ടോ. മെർഡേക്ക സ്ക്വയറിന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇവിടെ ഒരു കനാലാണ്. ഇവിടെ രാത്രിക്കുള്ളൊരു കാഴ്ച കണ്ടാ. അതിൻ്റെ സൈഡിൽ രണ്ടും ലൈറ്റൊക്കെ ആക്കി ഇതാ സ്മോക്കൊക്കെ വരുന്നത്. അങ്ങ് അവിടെ വെള്ളത്തിൻ്റെ കുറച്ച് പരിപാടികളൊക്കെയാണ്. അതൊരു പള്ളിയാണ്. പള്ളീൻ്റെ അവിടെ നിന്നാണ് ഈ വെള്ളത്തിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ. ഇതാ എന്തായാലും ഇത് സംഭവം പൊളിച്ചു കിട്ടാ. നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ്. നമുക്ക് അതിൻ്റെ ഒരു കാഴ്ച കിട്ടും. അത് കുറച്ചും കൂടെ ഈ ഭാഗത്തേക്ക് നടന്നു പോകാനുണ്ട്. ഞങ്ങളിപ്പോൾ മെർഡേക്ക സ്ക്വയറിലെത്തിയേ. ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. പക്ഷെ എൻ്റെ പൊന്നെ, രാത്രി ലൈറ്റൊക്കെ ഇട്ട് എന്തൊരു മനോഹരമാണെന്ന് നോക്കിയേ. അങ്ങ് അവിടെ മുതൽ ഇതാ ഈ ഭാഗം വരെയുണ്ട്. ശരിക്കും നല്ല രസമാണ് കേട്ടോ. ഈ കാഴ്ചയും കണ്ട് ഇതേ ഈ മുന്നിൽ കാണുന്ന റോഡ് വഴി സുഖമായിട്ട് നടന്നു പോവാം. ഇവിടെ വണ്ടികളൊന്നും വരില്ല കേട്ടോ. പക്ഷേ സൈക്കിളുകളൊക്കെ എടുത്തിട്ട് നമുക്ക് വരാം. ഒരുപാട് സൈക്കിളൊക്കെ എടുത്ത് ആൾക്കാർ രാത്രിയിൽ ഇതുവഴി ഇതാ വരികയാണ്. നല്ല രസമല്ലേ? ഒരാളുടെ ശല്യവും ഇല്ല. സുഖമായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോയിരിക്കാം. മലേഷ്യൻ ഫ്ലാഗാണ് ഇവിടെയുള്ളത്. ഇനിയിപ്പോൾ ഒരുപാട് നേരം നമുക്ക് ഇതുവഴി നടക്കാം. നൈറ്റ് ലൈഫിന് പറ്റിയൊരു മലേഷ്യയിലെ ഒരു ഭാഗമാണിത്, മെർഡേക്ക സ്ക്വയർ.
കോലാലംപൂർ സിറ്റിയിലൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ നൈറ്റ് തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ കാണിച്ചു തന്ന ഈ ഭാഗങ്ങളില്ലേ, ഇങ്ങോട്ട് തന്നെ വന്നോളൂ. ഇതൊന്നും കണ്ടാൽ ഒരിക്കലും നമുക്ക് മടുപ്പുണ്ടാവില്ല, കാരണം അത്രയും അടിപൊളി ഭാഗങ്ങളാണ് ഇതൊക്കെ. അവിടെ ഗാർഡനാണ്, വേണമെങ്കിൽ അവിടെയും പോയിരിക്കാം. എല്ലായിടത്തും നല്ല ലൈറ്റിംഗ് ഒക്കെയാണ്. നമ്മൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടല്ലോ ഇവിടെ ഗാർഡനിലൊക്കെ വന്നിരുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സുഖമായിട്ട് പോവാലോ. ഇതിലൂടെ കുറച്ച് ബബിൾസൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. അത് വിൽക്കാനുള്ള കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരുപാട് പേര് അതൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു വലിയൊരു ബീച്ചിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്ന ഭാഗത്ത് പോയാലോ ഒരുപാട് കച്ചവട ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് വേണമെങ്കിൽ അങ്ങ് ആ ഭാഗം വരെ പോവാം. പക്ഷേ ഇവിടെ നേരത്തെ മഴ പെയ്തുകൊണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. വെള്ളം ഇല്ലാത്ത ഭാഗം നോക്കിയിരിക്കണം. പിന്നെ അങ്ങ് അവിടെ ഒരു കെട്ടിടത്തിൻ്റെ അവിടെ കാണുന്നൊരു പരസ്യം കണ്ട, പിന്നെ അങ്ങ് അതിലൂടെ മെട്രോ പോകുന്നതാണ്. ഇത് വളരെ ദൂരത്താണത്. ഈ മെർദേക്ക സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്നാണ്. അതായത് ഈ മലേഷ്യൻ്റെ സ്വാതന്ത്ര്യ ദിനമായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ നേരത്തെ കണ്ടല്ലോ മലേഷ്യൻ്റെ ഫ്ലാഗ്. അതായത് 1957 ഓഗസ്റ്റ് 31 മലേഷ്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിനു മുന്നേ നമ്മുടെ രാജ്യമൊക്കെ ഭരിച്ചത് ബ്രിട്ടീഷുകാരാണല്ലോ, അതായത് കോളനിയാണല്ലോ ഉണ്ടായത്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായത് ബ്രിട്ടീഷ് പതാക ആ ഒരു സമയത്ത് താഴ്ത്തുകയും മലേഷ്യൻ പതാക ഉയർത്തുകയും ചെയ്തൊരു സ്ഥലം കൂടിയാണ്. നമ്മുടെ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യ പരിപാടികളൊക്കെ ഉണ്ടാകുന്നത് ഡൽഹിയിലെ ചെങ്കോട്ടയിലല്ലേ, അതേപോലെ മലേഷ്യയിൽ ആ ഒരു പരിപാടികളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. ഈ സൈക്കിളിനെ പോലെയുള്ള ഈ ചെറിയ വണ്ടികളില്ലേ, ഇത് ഇവിടുന്ന് പേയ്മെന്റ് കൊടുത്താൽ നമുക്ക് കുറച്ച് മണിക്കൂർ നേരത്തേക്ക് എടുക്കാം. ഇതാ ഇവരൊക്കെ എടുത്തു വരുന്നത് കാണുന്നില്ലേ, ഇതാ ഇവിടുന്ന് വരുന്നത് കാണാം. ശരിക്കും കുട്ടികൾക്കാണല്ലോ ഇതിലൂടെ ഇതൊക്കെ എടുത്തു പോകാൻ നല്ലൊരു സുഖം കിട്ടുക. കാരണം നല്ല റോഡാണ്, ബാലൻസിങ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ സുഖത്തിലെടുത്തിട്ട് പോവാം. ഈ മുന്നിലിപ്പോൾ വലിയ 3 സ്കൈലൈനുകളാണുള്ളത്. നേരത്തെ ഈ ഒരു കനാലില്ലേ, ഇതിൻ്റെ ഭാഗത്തായിരുന്നു സ്മോക്ക് ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ക്ലിയർ ആയി. ഒരു മെട്രോ പോകുന്നത് കാണാം, റാപ്പിഡ് KL. ഇവിടെ മരത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല ലൈറ്റൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ തന്നെ ഒരു മെട്രോ സ്റ്റേഷനും ഉണ്ട്. ഇവിടുന്ന് കുറച്ച് പോയാൽ മാത്രം മതി. ഇപ്പോൾ 10:30 സമയം. ഇവിടുത്തെ തിരക്കിന് ഒരു കുറവുമില്ല, തിരക്ക് കൂടി വരികയാണെന്ന് പറയാം. അതുപോലെ തന്നെ ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട നൈറ്റ് ലൈഫിന് മറ്റൊരു സ്ഥലം കൂടിയുണ്ട്, ബുക്കിത്ത് ബിൻതാങ് എന്ന് പറയും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ഏകദേശം ഒരു 4 കിലോമീറ്റർ മാറിയിട്ടാണ്. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ മോണോറയിലൊക്കെ പിടിച്ചിട്ട് വേണം പോകാൻ. ഞങ്ങൾ അങ്ങനെ തന്നെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഈ ദിവസം നല്ല രീതിയിൽ തന്നെ അവിടെ പോയി വീഡിയോ ചെയ്യും. കാരണം വെച്ചാൽ അവിടെയാണ് ഈ ഒരു നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമുള്ളത്. പിന്നെ ഉണ്ടല്ലോ ഞങ്ങളിപ്പോൾ നടന്നു വരുന്ന വഴിയുണ്ട്, ഞാൻ നേരത്തെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ ഇടയായിട്ടുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലധികം അതൊന്നും ഇൻക്ലൂഡ് ചെയ്തില്ല. കാരണം വേറൊന്നുമല്ല, നമ്മുടെ രാജ്യമല്ലല്ലോ, നമ്മുടെ സ്ഥലമല്ലല്ലോ. നമ്മൾ ഈ ക്യാമറ തൂക്കി പിടിച്ച് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആവേണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, നമ്മൾക്ക് ഈ ഒറ്റയ്ക്കൊക്കെ പോകുന്ന സമയത്ത് അത്ര സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം സമയം കൂടി വരികയാണല്ലോ. ഞങ്ങൾ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് ഉടനെ തന്നെ റൂമിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു 300 മീറ്റർ ഉണ്ട് ഞങ്ങളുടെ മുറിയിലേക്ക്. അപ്പോൾ മലേഷ്യയുടെ ഈ ഒരു ചെറിയൊരു രാത്രി കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.